ായ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. സമാധാനത്തോടെ പ്രത്യാശയോടെ ഒരു ദിനം കൂടെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് സാവകാശം ഒരുക്കുമ്പോൾ ആ നല്ലവനായ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് വീണ്ടും പ്രാർത്ഥനയോടെ സമർപ്പണത്തോടെ നമുക്ക് ദൈവിക പാതപടത്തിലായിരിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 32-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം. എന്റെ ജനം സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. കർത്താവ് തന്റെ ജനത്തെക്കുറിച്ച് പറയാണ്, മറ്റാരുടെയുമല്ല എന്റെ ജനം. വില കൊടുത്തവൻ, വിലയ്ക്ക് വാങ്ങിയവൻ, നമുക്ക് വേണ്ടി വീണ്ടും കരുതുന്നവൻ പറയാണ് എന്റെ ജനമാണ്. അവർ സമാധാന നിവാസത്തിലും നിർഭയ വസതികളിലും സ്വൈര്യമുള്ള വിശ്രാമ സ്ഥലങ്ങളിലും പാർക്കും. ഈ ലോകത്തിൽ ഇങ്ങനെ ഒരു ഇടം കണ്ടുകിട്ടാൻ ബുദ്ധിമുട്ട് വരും. എന്നാൽ കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ, പ്രത്യാശയോടെ ആയിരിക്കുമ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമായി തീരും. സമാധാന നിവാസത്തിലും നിർഭയ വസതികളും അതൊരുക്കി തന്ന് നമ്മെ സമാധാനത്തോടെ ഭൂമിയിൽ പാർക്കുവാൻ, നിർഭയമായി ഭവനങ്ങളിൽ പാർക്കുവാൻ അനുവദിക്കുന്ന ഒരു ദൈവമുണ്ട്. സാമ്പത്തിക നന്മകൾ അല്പം കുറഞ്ഞാലും ജീവിതത്തിൽ സമാധാനവും സ്വസ്ഥതയും ലഭിക്കുന്നെങ്കിൽ ആ വിളിയുടെ ഉത്തരവാദിയായവൻ നമ്മെ സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കുവാനിടയാകും. ആ കർത്താവിൽ ആശ്രയിക്കട്ടെ. അവലിവനായ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കട്ടെ. നാം അവന്റെ ജനമാണ്. നമ്മുടെ ഉത്തരവാദി, നമ്മുടെ അപ്പൻ, നമ്മുടെ സകലത്തിന്റെയും ഉടയവനായവൻ നമ്മുടെ ദൈവം പറയാണ്, നീ എന്റെ ജനമാണ്. ഈ പകൽക്കാലം അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് അവങ്കിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുന്നേറാം. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.